കർത്താവിൻ്റെ ധന്യനാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാരെയും ദൈവജനത്തെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യട്ടെ. ഇൻ്റർനെറ്റിൻ്റെ അല്പമായ പ്രയാസം ഉള്ളതായിട്ട് തോന്നുന്നു. ശബ്ദം കേൾക്കാൻ കുഴപ്പമില്ലല്ലോ? ഓക്കെ. ഈ നല്ല സന്ധ്യ, ഞാൻ ഇവിടെ ആയിരിക്കുന്ന സന്ധ്യയിലായതുകൊണ്ട് പറയുകയാണ്. ഓക്കെ, നമുക്കൊരുമിച്ച് ദൈവപാദങ്ങളിലേക്ക് അടുത്തു വരുവാനായി ദൈവം കൃപ ചെയ്തു. നമ്മെ അവിടെയായി ഓരോ നാളിലും അത്ഭുതകരമായി കർത്താവ് സൂക്ഷിച്ചു പരിപാലിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പിന്നെയും ദൈവത്തിൻ്റെ പരിപാലനവും കർത്താവിൻ്റെ സ്നേഹവും അനുഭവിപ്പാൻ നമുക്കേവർക്കും ദൈവം കൃപ ചെയ്യുമാറാകട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മൾ നിരന്തരമായിട്ട് പഠിച്ചു വരുന്ന ഇബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് വീണ്ടും തിരിക്കാം. നാം അവിടെ നിന്നും അപ്പോസ്തലൻ നമുക്ക് തരുന്ന ഒരു കാതലായ വാണി, താക്കീതിനെ കുറിച്ചാണ് പഠിച്ചു വരുന്നത്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനത്തെക്കുറിച്ച് ഇവിടെ കാണാം. അതാണ് രക്ഷ. സാധാരണ രക്ഷയല്ല, ഇത്ര വലിയ രക്ഷ. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന വിഷയം, ദ മോസ്റ്റ് സ്പോക്കൺ തീം ഇൻ ദ ബൈബിൾ, ബൈബിളിൽ ഏറ്റവും അധികം പറയപ്പെട്ടിരിക്കുന്ന വിഷയം രക്ഷ എന്നുള്ളതാണ്. The most spoken theme in the Bible is salvation. ഏറ്റവും കൂടുതൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. The second most spoken is the second advent of Christ. കർത്താവായ യേശുവിൻ്റെ പുനരാഗമനമാണ് രക്ഷ കഴിഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന വിഷയം. അപ്പം ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേൾക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഞാനെന്നാൽ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. എല്ലാവർക്കും കേൾക്കാന്ന് അറിയില്ല, എനിക്ക് കേൾക്കാം. ഞാനെന്നാൽ വീഡിയോ ഇപ്പം കേൾക്കാൻ എങ്ങനെയുണ്ട്? പഴയതിനേക്കാൾ മെച്ചമാണോ? പഴയതിനെക്കാട്ടും കുറച്ചുകൂടെ മെച്ചമാണ്. ഓക്കെ, സ്തോത്രം. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണല്ലോ നാം അവിടെ കണ്ടത് അല്ലെങ്കിൽ കാണുന്നത്. രക്ഷ, ഇത്ര വലിയ രക്ഷ എന്ന വിഷയമാണ്.
അതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തിരുവെഴുത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വിഷയമാണ് രക്ഷ എന്നുള്ളത്. സ്തോത്രം. തിരുവെഴുത്തിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വിഷയം. രക്ഷ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ്. സ്തോത്രം. ആ രക്ഷയെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട്, ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എബ്രായ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു അഡ്ജക്റ്റീവാണ്, അതിൻ്റെ ഒരു വിശേഷണമാണ്. ഇത്ര വലിയ രക്ഷ എന്ന നിലയിലാണ്. ഇത്ര വലിയ രക്ഷ. എന്തുകൊണ്ട് അത് ഇത്ര വലിയ രക്ഷയായിരിക്കുന്നു എന്നാണ് നാം നോക്കിക്കൊണ്ടിരുന്നത്. സ്തോത്രം. എക്കോ വരുന്നുണ്ട്. എക്കോ ഇപ്പോഴെങ്ങനെയുണ്ട്? പഴയതിനേക്കാൾ മെച്ചമാണോ? എക്കോ വരുന്നുണ്ട് പക്ഷേ. ഇപ്പോഴെങ്ങനെയുണ്ട്? പഴയതിനേക്കാൾ മെച്ചമാണോ? ഓക്കെയാ. എന്നാൽ ഒരു 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 ഞാൻ അതിന്റെ സ്റ്റാൻഡ് ഒന്ന് എടുത്തോട്ടെ. അതുവരെ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തേക്കണേ. റെക്കോർഡിങ് ചെയ്ത മോനും ഒരിക്കൽ കൂടെ ഞാൻ തിരുനാമത്തിന് വന്ദനവും തിരുനാമത്തിന് മഹത്വവും കൂടി വന്നിരിക്കുന്ന ഏവർക്കും വന്ദനവും അറിയിക്കുന്നു. സകല വന്ദനത്തിനും മഹത്വത്തിനും യോഗ്യനായവൻ നമ്മുടെ ദൈവം മാത്രമാണല്ലോ. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നമ്മെ വഴി നടത്തുന്നവൻ, ജീവപര്യന്തം നമ്മെ വഴി നടത്തുവാൻ മതിയായവനുമാകൊണ്ട് കർത്താവിന് വാഴ്വുകൾ അർപ്പിക്കുകയാണ്. അല്പ അസൗകര്യങ്ങൾ നേരിട്ടതിൽ ക്ഷമിച്ചാലും നമ്മള് ഇതുവരെ പറഞ്ഞിരുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് അതാണല്ലോ പഠിച്ചു വരുന്നത്. അതിൽ പ്രത്യേകിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനത്തെ കുറിച്ച്. ദൈവം മാനവകുലത്തിന് നൽകിയ ഏറ്റവും വലിയ ദാനം ഒരു വ്യക്തി എന്ന നിലയിൽ യേശുക്രിസ്തുവാണ്. ദൈവം മാനവ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ ദാനം ഒരു വസ്തുത എന്ന നിലയിൽ രക്ഷയാണ്. രക്ഷയും രക്ഷകനും നമ്മുടെ കർത്താവായ യേശുവാണെന്ന് നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ആ രക്ഷയുടെ വിശേഷത ഒരു അഡ്ജക്റ്റീവായി അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, ഇത്ര വലിയ രക്ഷ. നാം അതേക്കുറിച്ച് നോക്കിയത് ബൈബിളിലെ ഏറ്റവും കൂടുതലായിട്ട് പറയപ്പെടുന്ന വിഷയം, ബൈബിളിൽ ഏറ്റവും അധികമായിട്ട് പറയപ്പെടുന്ന വിഷയം, the most spoken theme in the Bible is salvation. രക്ഷ എന്നുള്ളതാണ്.
അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ മടങ്ങി വരവാണ്. സ്തോത്രം. നമ്മളതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിരിക്കുന്ന രക്ഷ എന്ന വിഷയത്തെക്കുറിച്ചാണ് എബ്രായർ 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പഠിച്ചു വരുന്നത്. സ്തോത്രം. പഠിച്ചു വരുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന വിശേഷണം നമ്മൾ കണ്ടു, ഇത്ര വലിയ രക്ഷ. 3-ഉം 4-ഉം വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണല്ലോ നമ്മളിപ്പോൾ പഠിക്കുന്നത്. അവിടെ അപ്പോസ്തലൻ പറയുന്നത്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ, എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ പറഞ്ഞു തുടങ്ങിയതും കേട്ട ദൈവം അത്ഭുത അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും സാക്ഷി നിൽക്കുകയും തനിക്ക് ഹിതകരമാവണ്ണം, തനിക്ക് ഇഷ്ടമുള്ളതുപോലെ, താൻ ഇച്ഛിക്കും പോലെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നുള്ള ഒരു വലിയ താക്കീതാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ആ രക്ഷയുടെ വലിപ്പം, ഇത്ര വലിയ രക്ഷ. സ്തോത്രം. ഇത്ര വലിയ രക്ഷ. നാം അതേക്കുറിച്ചായിരുന്നു കണ്ടത്. എന്തുകൊണ്ടാണ് ഈ രക്ഷ ഇത്ര വലിയതായിരിക്കുന്നത് എന്നതിനെ കുറിച്ച് എന്റെ ഓർമ്മ ശരിയെങ്കിൽ 9 കാര്യങ്ങൾ അല്ലെ നമ്മൾ ചിന്തിച്ചു. 9. അതിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചത്, സ്തോത്രം, ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ സംഭവിക്കുന്ന അതിദാരുണമായ വസ്തുതകൾ നിമിത്തം ഈ രക്ഷ വിലയേറിയതാണ്, വലുതാണ് എന്നത്ര. അതേ വിഷയത്തിന്റെ മറുഭാഗവും കൂടെ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ഇനി കൂടുതൽ അവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നുമില്ലെന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്നും മനസ്സിലാക്കട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു വിഷയത്തിൽ ന്യായമായ ഒരു ചോദ്യം ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിന് ശേഷം ഉണ്ടായി. ഞാന് പല കൺവെൻഷൻ സ്റ്റേജുകളിലും, പ്രത്യേകിച്ച് ഈ നാളുകളിലെ ജനറൽ കൺവെൻഷൻ വേദികളിൽ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷനുകളുടെ ഏറ്റവും ഒടുവിലത്തെ ദിവസവും ഇന്ന് കെട്ടുകൾ പൊട്ടുന്ന ദിവസമാണെന്നും ബന്ധനം അഴിയുന്ന ദിവസമാണെന്നും നിന്നെ അഴിക്കാൻ പോവുകയാണ്, വിടുവിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ എന്തേ കഴിഞ്ഞ 6 ദിവസങ്ങൾ നടന്നില്ലേ എന്നൊരു ചോദ്യം നമ്മൾ ഉന്നയിച്ചിരുന്നു. അതിനോട് ഉള്ള ഒരു പ്രതികരണമാണ് ഇന്നലെ നമ്മുടെ ക്ലാസ്സിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ ചോദിച്ചത്. അതായത്, അത് സാധ്യമല്ലേ? ഈ 6 ദിവസങ്ങൾ അല്ലെങ്കിൽ 7 ദിവസങ്ങളിലെ യോഗങ്ങളിൽ ആദ്യത്തെ ദിവസം മുതൽ ഉണ്ടാകാതിരുന്ന വിടുതൽ ഏറ്റവും ഒടുവിലത്തെ സെഷനിൽ, ഏറ്റവും ഒടുവിലത്തെ യോഗത്തിൽ ഉണ്ടായിക്കൂടെ എന്ന ന്യായമായ ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ടാകാം, തീർച്ചയായും ഉണ്ടാകാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ
ഒന്ന് രണ്ട് വിഷയങ്ങളിൽ സൗഖ്യമാക്കിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. 10 കുഷ്ഠരോഗികള് യേശുവിന്റെ അടുക്കൽ വന്ന് കർത്താവ് അവരെ പറഞ്ഞയക്കുമ്പോൾ വഴിയിൽ വെച്ചാണ് അവര് സൗഖ്യമായത്. ശമരിയക്കാരൻ മാത്രം മടങ്ങി വന്നതും യേശുവിനോട് നന്ദി പറഞ്ഞതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യം. അവര് പോകുമ്പോഴാ കർത്താവ് അവരെ അന്നേരം സൗഖ്യമാക്കിയില്ല. അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കൽ അവര് നിന്നിരുന്ന സമയത്ത് കർത്താവ് അവരെ സുഖപ്പെടുത്തിയില്ല. പകരം അവിടെ നിന്നും അവര് പോകുമ്പോഴാണ്, വഴിയിൽ വെച്ചാണ് അവർ സൗഖ്യമായത്. അപ്പം അത് സാധ്യമാണ്. ചിലപ്പോൾ യോഗം കഴിഞ്ഞു പോകുമ്പോഴായിരിക്കും. യോഗസ്ഥലത്ത് വെച്ചോ യോഗത്തിൽ വെച്ച് തന്നെയോ സൗഖ്യമോ വിടുതലോ പ്രാപിക്കണമെന്നില്ല. തിരിച്ചു പോകുന്ന വഴിക്കായിരിക്കാം ഒരുപക്ഷെ സുഖമാകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും. അതൊക്കെ സാധ്യമാണ്. അപ്പോൾ ആദ്യത്തെ 6 അല്ലെങ്കിൽ 6.5 അല്ലെങ്കിൽ 7 ദിവസം ഉണ്ടാകാത്ത സൗഖ്യം, വിടുതൽ, സ്വാതന്ത്ര്യം ഒക്കെ ഒടുവിലത്തെ ദിവസവും ഒടുവിലത്തെ സെഷനിലും പോലും ഉണ്ടാകാം. ഒരു തടസ്സവും ഇല്ലതിന്. പക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞത് ദൈവം പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളല്ല. ഇത് ഒരു പ്രസംഗ ശൈലിയുടെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അങ്ങനെയുള്ളവയെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ വിശകലനാത്മകമായിട്ട് സംസാരിച്ചത്. അപ്പൊ ദൈവം പറയുന്നതാണെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. പക്ഷേ ഇന്ന് 99.99% എന്ന് തന്നെ പറയുന്നത് തെറ്റില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ കണ്ടിടത്തോളം ഒരു പ്രസംഗ ശൈലിയുടെ ഭാഗമായിട്ട് പറയുന്നത്. അതിനെയാണ് നമ്മൾ നിരാകരിക്കുന്നത്. ദൈവം പറഞ്ഞിട്ട് പറയുന്നതായിക്കൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല, സംഭവിക്കും. അതുകൊണ്ട് ആ സംശയം മറ്റാർക്കെങ്കിലും കൂടെ ഉണ്ടായെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഒരു പ്രസംഗ ശൈലിയായിട്ട്, ഒരു പ്രവചന ശൈലിയായിട്ട് അത് മാറിയിരിക്കുന്നു. അത് പാടില്ല എന്നത്രേ അർത്ഥമാക്കിയത്. നമുക്ക് മുൻപോട്ട് പോകാമല്ലോ. സ്തോത്രം. മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ രക്ഷ, ഇത്ര വലിയ രക്ഷ എന്തുകൊണ്ട് എന്ന് 10ാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. 10ാമത്തെ കാര്യം, ഈ രക്ഷ എന്തുകൊണ്ട് ഇത്ര വലിയ രക്ഷയായിരിക്കുന്നു? ഇനിയും പല കാരണങ്ങളുള്ളതിൽ ഒന്ന്, അതിൽ 10ാമത്തേത്, it is a total, it is a complete, it is a perfect salvation. സ്തോത്രം. ഇത് ഒരു പൂർണ്ണമായ രക്ഷയാണ് എന്നുള്ളതാണ്. പൂർണ്ണമായ രക്ഷ. സ്തോത്രം. 2 വാക്യങ്ങൾ നമുക്ക് അതിനു വേണ്ടി നോക്കാം. 1 തെസ്സലോനിക്കർ 5:23 വാക്യം. 1 Thessalonians 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമണ്ണം കാക്കപ്പെടുമാറാകട്ടെ. സ്തോത്രം. 2 പ്രയോഗങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും പൂർണ്ണമായും ശുദ്ധീകരിക്കുമാറാകട്ടെ. മുഴുവനുമായുള്ള ആ മുഴുവനും എന്നതിന്റെ അർത്ഥം 2ാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു.
നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ഒരുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമാകും വണ്ണം, അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇത് നമുക്ക് ലഭിക്കുന്നത് പൂർണ്ണമായ രക്ഷയാണ്. സ്തോത്രം. ഇറ്റ്സ് എ ഫുൾ, കംപ്ലീറ്റ്, പെർഫെക്റ്റ് സാൽവേഷൻ. സ്തോത്രം. എബ്രായ ലേഖനം 7:25, ഹീബ്രൂസ് 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കണ്ടോ? പൂർണ്ണമായി രക്ഷിപ്പാൻ. ഒരു പൂർണ്ണ രക്ഷ. പൂർണ്ണ രക്ഷ. ഏതെങ്കിലും ഭാഗത്ത് അല്പമെങ്കിലും ബാക്കി വരുന്ന, അവശേഷിക്കുന്ന, കുറവുകളുള്ള രക്ഷയല്ലിത്. പൂർണ്ണമായുമുള്ള രക്ഷ. പൂർണ്ണമായ രക്ഷയുടെ വിശദീകരണം പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നു. ഇത് കേവലം ആത്മാവിന്റെ മാത്രം രക്ഷയല്ല, കേവലം ശരീരത്തിന്റെ മാത്രം രക്ഷയല്ല, കേവലം പ്രാണന്റെ അല്ലെങ്കിൽ ദേഹിയുടെ മാത്രം രക്ഷയല്ല. ട്രൈക്കോട്ടമി. മനുഷ്യനിൽ ഈ 3 ഘടകങ്ങളുണ്ട്. മനുഷ്യനിൽ ഈ 3 ഘടകങ്ങളുണ്ട്. ആത്മാവും പ്രാണനും ദേഹവും. Every human being possesses these 3 elements or endowments in him. One is a spiritual or a divine part, that is a spirit. Second is an immaterial part, that is the soul. And thirdly, a material part, body. ഒരു ഭൗമിക ഭാഗമുണ്ട്. പഞ്ചഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമായ ഒരു ഭാഗം മനുഷ്യനിലുണ്ട്. അതാണ് ശരീരം. ഒരു അഭൗമികമായ അംശമുണ്ട്, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളത്. അതാണ് പ്രാണൻ അഥവാ ദേഹി. മൂന്നാമത് ഒരു ആത്മീയമായ ഭാഗമുണ്ട്, സ്പിരിച്വൽ പാർട്ട്. സ്പിരിച്വൽ പാർട്ട്, അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവ്. അപ്പോൾ ഇതിന് 3നും ലഭിക്കുന്ന രക്ഷ, ഇതിലൊന്നും ഈ രക്ഷയിൽ നിന്ന് ഒഴിവുള്ളതല്ല. സ്തോത്രം. ഒഴിവുള്ളതല്ല. ഇതിനെ 3നെയും പൂർണ്ണമായും രക്ഷിപ്പാൻ കഴിയുന്ന ഒരു രക്ഷയാണ് യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. Because of the sphere of this salvation, it is a salvation so great. The sphere. സ്തോത്രം. ഈ രക്ഷ ബാധിക്കുന്ന മേഖലകളുടെ അടിസ്ഥാനത്തിൽ, ഈ രക്ഷ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഇത്ര വലിയ രക്ഷയാണ്. സ്തോത്രം. ഇന്നൊക്കെയാണെങ്കിൽ നമ്മള് ഈ സാധാരണ പലചരക്ക് കടകളിലൊന്നും പോകാറില്ല. കിരാന സ്റ്റോറുകളിൽ, ഗ്രോസറി സ്റ്റോഴ്സിൽ ഇപ്പോൾ അങ്ങനെ അധികം ആൾക്കാർ പോകാറില്ല. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ഗ്രോസറി സ്റ്റോഴ്സ് ആർ ബീങ് ക്ലോസ്ഡ്, ഷട്ട് ഡൗൺ. പരമ്പരാഗത പലചരക്ക് കട
അതിൻ്റെ വ്യാപാരങ്ങളൊക്കെ ഇന്ന് ഏതാണ്ട് നിന്നിരിക്കുക. ഇപ്പോഴെല്ലാം സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ്സും ഒക്കെയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാർ ഇഷ്ടപ്പെടുവാനുള്ള ഘടകം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം അവിടെ കിട്ടുമെന്ന്. എല്ലാം ഒരൊറ്റ റൂഫിന് കീഴിൽ. ഒന്നും വാങ്ങാൻ പുറത്തു പോകേണ്ടതില്ല. സകല സാധനങ്ങളും ഒരിടത്ത് തന്നെ കിട്ടും. അതുകൊണ്ട് ആൾക്കാർ അവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നു. വില കൂടുതലൊക്കെയാണ്, കൂടുതൽ കാശിറങ്ങും. ഇങ്ങനെ നമ്മളെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുക. ഏറ്റവും ഒടുവിലെ ബില്ല് വരത്തുള്ളൂ. ബില്ല് അടിച്ചു കഴിഞ്ഞ് എന്ത് വിലയായെന്ന് തിരിച്ചറിയുള്ളൂ. ഓൺലൈൻ പേയ്മെന്റ് ആയതുകൊണ്ട്, മിക്കവാറും ഒക്കെ കാർഡ് പേയ്മെന്റ്സും ഒക്കെ ആയതുകൊണ്ട് കയ്യിൽ കാശില്ല, വാങ്ങാൻ ഒക്കത്തില്ലെന്നൊരു കാര്യം വരുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ അവിടെ തന്നെ പോകുവാനുള്ള കാരണം, പ്രധാന കാരണം ഇതാണ്: എല്ലാം ഒരിടത്ത് തന്നെ കിട്ടും. അതും ഇതുമായിട്ടൊട്ടും യോജിക്കുന്ന ഉദാഹരണമല്ലെങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയ്ക്കും നമുക്ക് വേറെ എങ്ങും പോകേണ്ടതില്ല. സ്തോത്രം. വേറെ എങ്ങും നമുക്ക് അലയേണ്ടതില്ല. ക്രിസ്തുവിൽ ഇത് മുഴുവനും നമുക്ക് ലഭ്യമാണ്. സ്തോത്രം. ഇത് മുഴുവനും നമുക്ക് ലഭ്യമാണ്. നമുക്ക് ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അറിയാവുന്ന ഒരു ഘടകമാണ്, സ്തോത്രം, ഈ രക്ഷയുടെ പ്രധാനപ്പെട്ട, നമുക്ക് ലഭിക്കുന്ന 4 തരം രക്ഷയുടെ അനുഭവങ്ങൾ. 4 തരം രക്ഷയല്ല, രക്ഷയുടെ 4 തലങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി വിവരിക്കേണ്ടതില്ലല്ലോ. 1, a deliverance or a salvation from the punishment of or the condemnation of sin. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും, ശിക്ഷാവിധിയിൽ നിന്നും ഉള്ള വിടുതൽ. ഇത് ആവർത്തനമാണ്, ക്ഷമിച്ചാലും ഈ വിഷയത്തോടനുബന്ധിച്ച് പറയേണ്ടതായിട്ട് വരുന്നു. പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും ഉള്ള വിടുതൽ. God has delivered us from the eternal condemnation of sin, eternal punishment of sin. അതുകൊണ്ട് ആ റോമാലേഖനം 8-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, റോമൻസ് 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. The condemnation of sin is over. When God the Father punished Jesus Christ on the cross, in his body, God condemned, God judged sin. റോമർ 8-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കുവാൻ അനുവദിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജഡശരീരത്തിൽ പിതാവായ ദൈവം മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപത്തിനും ശിക്ഷ വിധിച്ചു. പാപത്തിന്റെ ശിക്ഷാവിധി മാറി. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ആ യേശുക്രിസ്തുവിനെ ആശ്രയിക്കുന്ന, രക്ഷയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടിയാണ് ആശ്രയിക്കുന്ന യാതൊരു വ്യക്തിയും ഇനിയും പാപത്തിന്റെ ശിക്ഷാവിധി ഏൽക്കേണ്ടതില്ല.
സ്തോത്രം. പൂർണ്ണമായ രക്ഷ എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം, അതിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അർത്ഥം നമ്മൾ കണ്ടു. ആത്മാവ്, ദേഹി, ദേഹം എന്നിവയുടെ രക്ഷ. പൂർണ്ണമായ രക്ഷ എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിന് 4 തലങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ? കൺഫ്യൂഷൻ ഇല്ലേ? സ്തോത്രം. ഇല്ല. അതിന്റെ പൂർണ്ണമായ രക്ഷയുടെ രണ്ടാമത്തെ തലം അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥതലമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അതിൽ 4 ഘടകങ്ങളുണ്ട്. ഇത് ആവർത്തിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തേതാണ് പാപത്തിന്റെ ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്നുമുള്ള മോചനം. അതിന് കാരണം യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും വഹിച്ചു. 2 കാര്യങ്ങളാണ്. ഒന്ന്, പിതാവായ ദൈവം സകല മനുഷ്യരുടെയും പാപങ്ങളെ, അകൃത്യങ്ങളെ യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തി. സ്തോത്രം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 4 മുതൽക്കുള്ള വാക്യങ്ങളാണ് ഇവയ്ക്ക് ആധാരം. യഹോവയായ ദൈവം, പിതാവായ ദൈവം നമ്മുടെ അകൃത്യങ്ങളെല്ലാം അവന്റെ മേൽ ചുമത്തി. സ്തോത്രം. The Father laid all our iniquities, all our transgressions upon him. യഹൂദന്മാരുടെ ഇടയിൽ യാഗം കഴിക്കുവാൻ കൊണ്ടുവരുന്ന ഒരു മൃഗത്തിന്റെ മേൽ അതിന്റെ തലമേൽ കൈവച്ച് പാപം ചെയ്തവൻ പുരോഹിതന്റെ സാന്നിധ്യത്തിൽ അവന്റെ പാപമെല്ലാം ആ യാഗമൃഗത്തിന്റെ മേൽ ചുമത്തുന്നത് പോലെ, സ്ഥാനാന്തരണം ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ, യേശുക്രിസ്തു എന്ന ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടിന്റെ മേൽ പിതാവായ ദൈവം സകല മനുഷ്യരുടെയും അകൃത്യങ്ങളെ, പാപങ്ങളെ, അധർമ്മങ്ങളെ ചുമത്തി. സ്തോത്രം. രണ്ടാമത്, പാപത്തിൽ നിന്നുള്ള കുറ്റവും 1 പത്രോസ് 2:24 വാക്യത്തിൽ, അതിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. ഒന്നാമത്തേതല്ലേ നമ്മളിപ്പം നിൽക്കുന്നത്. പാപത്തിന്റെ ശിക്ഷാവിധിയെ കുറിച്ചുള്ളതിൽ ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. The other 2 are very right, റീനമ്മ. സ്തോത്രം. 1 പത്രോസ് 2:24 പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ജീസസ് ഹിംസെൽഫ് took all our sins upon his body, and bearing our sins in his body, he went unto the cross. Praise God. നാം എല്ലാവരുടെയും പാപം യേശു തൻ്റെ ശരീരത്തിന്മേൽ, തൻ്റെ ദേഹത്തിന്റെ മേൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. സോ, ഒന്ന്, നമ്മുടെ പാപങ്ങളെ യേശുവിന്റെ മേൽ ചുമത്തി പിതാവ്. 2, യേശുക്രിസ്തു സ്വയം നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ വഹിച്ചു. മൂന്നാമത്, പിന്നെയും യെശയ്യാ 53 പോയാൽ 5-6 വാക്യങ്ങളിൽ കാണുന്നുണ്ട്, നമ്മുടെ പാപത്തിന്റെ അല്ലെങ്കിൽ അകൃത്യത്തിന്റെ അല്ലെങ്കിൽ അധർമ്മത്തിന്റെ ശിക്ഷയെല്ലാം അവന്റെ മേലായി. സ്തോത്രം. നമ്മുടെ മുഴുവൻ ശിക്ഷയും പിതാവ് പുത്രന്റെ മേൽ ആക്കിക്കൊടുത്തു. അതുതന്നെയാണ് നാം റോമർ 8:3 വായിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ജഡശരീരത്തിന്മേൽ നമ്മുടെ പാപത്തിന് പിതാവ് ശിക്ഷ വിധിച്ചു. അങ്ങനെ
യേശു നമ്മുടെ പാപം വഹിച്ചതുകൊണ്ട്, യേശു നമ്മുടെ പാപത്തിന്റെ ശിക്ഷയെല്ലാം ഏറ്റതുകൊണ്ട്, ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിമോചനം ഉണ്ട്. അങ്ങനെ നാം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിമോചിതരാണ്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അല്ല, ശിക്ഷാവിധിയിൽ നിന്ന് വിമോചിതരാണ്. ഇനിയും നമ്മുടെ മേൽ പാപത്തിന്റെ ശിക്ഷയൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. No more condemnation upon those who believe in Christ, those who trust in Christ for forgiveness and salvation. Praise God. സ്തോത്രം. അപ്പം പൂർണ്ണമായി രക്ഷിക്കുക എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥതലത്തിൽ 4 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തേതാണ് പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും ഉള്ള വിമോചനം. അതിനെ തെളിയിക്കാൻ വീണ്ടും നമ്മൾ 3-4 ഉപകാര്യങ്ങളെ കാണുകയുണ്ടായി. കൺഫ്യൂഷൻ ഇല്ലെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ? ആവർത്തിക്കണോ എന്തെങ്കിലും? മൗനം സമ്മതം. എന്തിനാണോ? സ്തോത്രം. ഓക്കെ, ആവർത്തിക്കണം എന്ന് ആവശ്യപ്പെടാത്തത് കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. പൂർണ്ണമായും രക്ഷിക്കുക എന്നതിൻ്റെ രണ്ടാം അർത്ഥതലത്തിലെ 4 കാര്യങ്ങളിൽ രണ്ടാമത്തേത് the deliverance from the guilt of sin. Deliverance from the guilt of sin. പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്നും ഉള്ള വിമോചനമാണ്. പൂർണ്ണമായും രക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 രണ്ടാം അർത്ഥതലത്തിലെ രണ്ടാമത്തെ കാര്യം, സ്തോത്രം, പാപത്തിന്റെ അപരാധബോധത്തിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്നുമുള്ള വിടുതലാണ്. ഡെലിവറൻസ് ഫ്രം ദ ഗിൽറ്റ് ഓഫ് സിൻ. 32-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ, വിശേഷിച്ച് 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. കുറ്റം ക്ഷമിച്ചു തന്നു. സ്തോത്രം. കുറ്റബോധത്തിൽ നിന്നും വിമോചിതരാണ് ഓരോ ക്രിസ്തു വിശ്വാസിയും. എത്ര മ്ലേച്ഛകരമായ പാപത്തിൽ ജീവിച്ചിരുന്നവരായാലും, ഒരു കോടതിയും ക്ഷമിക്കാത്ത പാപങ്ങൾ ചെയ്തു കൂട്ടിയവരാണെങ്കിലും, ലോകത്തുള്ള എല്ലാ കോടതികളിൽ നിന്നും വധശിക്ഷ വിധിക്കപ്പെട്ടവരാണെങ്കിലും, സ്തോത്രം, ഒരുപക്ഷെ അവനെ വെടിവെച്ചോ തൂക്കിയോ ഒക്കെ കൊന്നാൽ പോലും അപരാധബോധമില്ലാതെ ജീവിക്കുവാൻ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തരുന്ന ഒരു കർത്താവ്. ക്രിസ്തീയ രക്ഷാമാർഗത്തിൽ മാത്രമുള്ളതാണ് ഈ കുറ്റബോധത്തിൽ നിന്നുള്ള വിമോചനം. സ്തോത്രം. ഒരുപക്ഷെ പാപത്തെക്കാളും അതിൻ്റെ ശിക്ഷയെക്കാളും വലുതായി തോന്നുന്ന ഒന്നാണ് ഈ പാപത്തിന്റെ കുറ്റബോധം എന്ന് പറയും. പാപത്തിന്റെ കുറ്റബോധം. ഇന്നും ധാരാളം പേർ കുറ്റബോധത്തിൽ കഴിയുന്നവരാണ്. ചിലർ ആത്മഹത്യയിൽ അഭയം തേടുന്നു. ബൈബിളിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ആത്മഹത്യ യൂദാ ഇസ്കറിയോത്താവിൻ്റെ.
അവൻ ആത്മഹത്യ ചെയ്തത് കുറ്റബോധം കൊണ്ടാണ്. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നവൻ കണ്ടപ്പോൾ, മത്തായി 27 3 വാക്യത്തിൽ കാണുന്നു, അവൻ ബുദ്ധിമുട്ടിലായി. ആ കുറ്റബോധമാണ് അവനെ മരണത്തിലേക്ക് നയിച്ചത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഈ കുറ്റബോധത്തിൽ നിന്നുള്ള വിമോചനം ലഭിക്കുന്നു. ക്രിസ്തീയ രക്ഷ ഇത്ര വലിയ രക്ഷയായിരിക്കാനുള്ള 10ാമത്തെ കാരണമാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. അതിന് 2 അർത്ഥതലങ്ങളിൽ 2ാമത്തേതിന്റെ 2ാം ഭാഗമാണ് സ്തോത്രം. കുറ്റബോധത്തിൽ നിന്ന്, അപരാധബോധത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിടുതൽ. മൂന്നാമത്തേത് സ്തോത്രം, എ ഡെലിവറൻസ് ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് സിൻ. ഡെലിവറൻസ് ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് സിൻ. പാപത്തിന്റെ സ്വാധീന ശക്തിയിൽ നിന്നുമുള്ള വിടുതൽ. പൂർണ്ണമായും നമ്മെ രക്ഷിക്കുന്ന രക്ഷ. അതിനുള്ള 2ാമത്തെ കാരണത്തിന്റെ 3ാമത്തെ ഘടകമാണ് പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിമോചനം. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന വിടുതൽ. അത് നമ്മുടെ അനുദിന ജീവിതത്തിലാണ്. ഊണിലും ഉറക്കത്തിലും ഉണ്ട്. സ്വപ്നങ്ങളിൽ പോലും നാം അങ്ങനെ പാപം ചെയ്യുവാനിടയുണ്ട്. അതുപോലും ഇല്ലാതിരിക്കണം. ആ മേഖലയിൽ പോലും നാം വിശുദ്ധരായി തീരണം. സ്തോത്രം. ആ രഹസ്യ മേഖലകളിൽ പോലും, അനുദിനം ജീവിതത്തിന്റെ രഹസ്യ മേഖലകളിൽ പോലും നമ്മൾ ജയം വരിക്കണം. എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മിലൊക്കെ ഏതാണ്ട് എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്നത് വിശുദ്ധ ജീവിതം നയിക്കാനാകാം. കാരണം പാപം നമ്മുടെ അകത്തിരുന്നു കൊണ്ട് അതിന്റെ ശക്തി നമ്മുടെ മേൽ ഇങ്ങനെ കാണിക്കുക, നമ്മുടെ അകത്തിരുന്നു കൊണ്ട്. എന്നാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് കർത്താവായ യേശുവിന്റെ ഉയർപ്പിൻ ശക്തിയാൽ നമുക്ക് പാപസ്വാധീനത്തിന്റെ മേൽ ജയമുണ്ട്. പാപസ്വാധീനത്തിന്റെ മേൽ നമുക്ക് വിമോചനമുണ്ട്. വേറെ എങ്ങു നിന്നും ഇത് ലഭ്യമല്ല. സ്തോത്രം. വേറെ എങ്ങു നിന്നും ലഭ്യമല്ല. പാപത്തിന്റെ ശക്തമായ തേർവാഴ്ചയാണ് നമ്മുടെ ജഡത്തിലുള്ളത്. അത് മണ്ണിന്റെ മക്കൾ എന്ന നിലയിൽ നമ്മിൽ വസിക്കുന്ന പാപമാണ്. നമ്മുടെ ജന്മാവകാശമായി ആദമിൽ നിന്നും പകർന്നു ലഭിച്ചതാണ്. സ്തോത്രം. എന്നാൽ ആ മണ്ണിന്റെ മക്കളായി നമ്മിൽ ജന്മനാ കുടികൊണ്ട് പാരമ്പര്യമായി നമ്മുടെ ജീനുകളുടെ ഘടകമായി മാറിയിരിക്കുന്ന പാപം നിമിത്തം നമുക്ക് പാപം ചെയ്യാൻ എളുപ്പമാണ്, ചെയ്യാതിരിക്കുവാൻ പ്രയാസമാണ്. പാപം ചെയ്യുന്നതാണ് സരളം മനുഷ്യനെ സംബന്ധിച്ച്. സ്തോത്രം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഈ പാപത്തിന്റെ സ്വാധീന മേഖലയിലും നൽകുന്ന വിടുതലിനായി, രക്ഷയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതിന്റെ അവസാനത്തെ ഭാഗം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. ക്രിസ്തീയ രക്ഷ ഇത്ര വലിയ രക്ഷയായി വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്, സ്തോത്രം, അത് നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ കഴിവുള്ളതാണ്
എന്നതിൻ്റെ രണ്ടാം അർത്ഥതലത്തിലെ നാലാമത്തെ കാര്യം, ഇറ്റ് സേവ്സ് us ഫ്രം the very presence of sin. From the very presence of sin. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, സ്വാധീനത്തിൽ നിന്നും മാത്രമല്ല, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മെ വിമോചിപ്പിക്കുവാൻ, പാപം ഇല്ലാത്ത ഒരിടത്തേക്ക്, പാപം ചെയ്യുവാൻ ഒക്കാത്ത ഒരിടത്തേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകും. സ്തോത്രം. ഞാൻ സാധാരണ പറയുന്ന ഒരു വാചകം പറഞ്ഞു നിർത്താം. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമ്മെ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, സ്വാധീനത്തിൽ നിന്നും വിടുവിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ്, ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത നമ്മെ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവിന്റെ ക്രൂശ് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തി പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും, നമ്മുടെ കർത്താവായ യേശുവിന്റെ മടങ്ങിവരവ് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കുന്നതാകയാൽ, സ്തോത്രം, ഇത്ര വലിയ രക്ഷയെ നമ്മൾ ഗണ്യമാക്കാതെ വലിയ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ. ഇനിയും നമുക്കതിൽ പഠിക്കാനുണ്ട്. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാം. ആകയാൽ ഇത്ര വലിയ രക്ഷയെ നമുക്ക് സൗജന്യമായി നൽകിയ നമ്മുടെ രക്ഷയും രക്ഷകനുമായ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിനെ നേരിൽ കണ്ട് അവിടുത്തോടുകൂടെ നിത്യത ചിലവഴിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.